നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാരതത്തിന് വ്യക്തമായ ഭാഷാനയം ഉണ്ടാകണമെന്ന് സംസ്കൃത ഭാരതി. നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്ത് ഭാഷാനയം പ്രഖ്യാപിക്കണം. സംസ്കൃത ഭാരതി 44ാം സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. ജോലിക്ക് പോയ പോലീസുകാരനെ 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി. കാണാതായത് ആളൂർ സ്റ്റേഷനിലെ സീനിയർ CPO ചാലക്കുടി VR പുരം സ്വദേശി 34 വയസ്സുള്ള സലേഷിന് ജോലി സംബന്ധമായ സമ്മർദ്ദമുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ. ലോകത്തിന്റെ പ്രശംസ നേടിയ ആരോഗ്യ പ്രവർത്തകരുള്ള നാടാണ് കേരളമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. നഴ്സുമാരുടെ സേവനം സമാനതകളില്ലാത്തത്. പാലക്കാട്ട് അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം. സ്നേഹവാത്സല്യങ്ങളുടെ താരാട്ടായി ലോക മാതൃദിനം. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ റോഡ് ഉപരോധം. സമരം പള്ളിപ്പടി താഴത്തൂട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുള്ള പരിഹാരം കാണാൻ മഴക്കാലത്തിനു മുമ്പ് നടപടി വേണമെന്ന് പ്രാദേശിക ലീഗ് നേതാക്കൾ. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 2 മാസമായി ആശുപത്രിയിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയെന്ന് പരാതി. ആരോഗ്യ കേന്ദ്രത്തിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് 500ഓളം രോഗികൾ. NRHM ഫണ്ട് കൃത്യമായി ലഭിക്കാത്തത് ഡോക്ടറെ നിയമിക്കാൻ തടസ്സമെന്ന് അധികൃതർ. പ്രശ്നത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടണമെന്ന് ആവശ്യം. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. സർവേ പൂർത്തിയായ ഭാഗങ്ങളിൽ കല്ലുകൾ സ്ഥാപിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുക 50 കോടി രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിന് ഒരു ഭാഷാനയം ഉണ്ടാകണമെന്ന് സംസ്കൃത ഭാരതി. നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്ത് ഭാഷാനയം പ്രഖ്യാപിക്കണമെന്നും സംസ്കൃത ഭാരതി 44ാം സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാലക്കാട്ട് നടന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സഭ സംസ്കൃത ഭാരതി അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി സത്യനാരായണ ഭട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാഷകളുടെ സമൂഹമാണ് നമ്മുടെ നാട്. മാതൃഭാഷയോടൊപ്പം പ്രാചീന സംസ്കൃതിയുടെ പ്രേരണാശക്തിയായ സംസ്കൃത ഭാഷയ്ക്ക് ഭരണകൂടത്തിൻ്റെയും ധാർമ്മിക സ്ഥാപനങ്ങളുടെയും പിന്തുണയുണ്ടായാൽ വൻ പുരോഗമനം നേടാൻ കഴിയുമെന്ന് പ്രതിനിധി സഭ ചൂണ്ടിക്കാട്ടി. ഭാരതത്തിന് ഒരു ഭാഷാ നയമുണ്ടാകണം. അത് നിയമനിർമ്മാണ സഭ ചർച്ചയിലൂടെ പ്രഖ്യാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്കൃത ഭാരതി അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി സത്യനാരായണ ഭട്ട് പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ, അഖില ഭാരതീയ മന്ത്രി ഡോക്ടർ P. നന്ദകുമാർ, ഡോക്ടർ VK രാജകൃഷ്ണൻ, ഡോക്ടർ PK ശങ്കരനാരായണൻ, VK രാജേഷ് എന്നിവർ മാർഗനിർദ്ദേശം നൽകി. जनपद संयोजकः सहसंयोजकः जनपदस्य गणः इत्येव चिन्तयति. केवलं जनपदगणीयानां कृते एव तत्र प्रवेशुम् अवसरः अस्ति, सर्वेषां कृते नास्ति इति अस्ति चेत् प्रान्तपक्षतः चिन्तयितुं शक्यते. विभागशः एकैकः वर्गः एतादृशः भवति. പാലക്കാട് ജില്ലാ സംയോജകൻ കിഷൻ കൃതജ്ഞത രേഖപ്പെടുത്തി. അടുത്ത പ്രവർത്തന വർഷം വിപുലമായ സംസ്കൃത സംഗമം നടത്താനും 300 സംസ്കൃത സംഭാഷണ പരിശീലകർക്ക് പ്രശിക്ഷണം നൽകാനും സമ്മേളനം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജോലിക്ക് പോയ പോലീസുകാരനെ 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി. തൃശൂർ ആളൂർ സ്റ്റേഷനിലെ സീനിയർ CPO സലേഷിനെയാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സലേഷ് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. തൃശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOയും ചാലക്കുടി VR പുരം സ്വദേശിയുമായ 34 വയസ്സുള്ള PA സലേഷിനെയാണ് കാണാതായത്. കാണാതായി 5 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇക്കഴിഞ്ഞ 8-ാം തീയതി ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സലേഷ് തിരികെ എത്താതായതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സലേഷിൻ്റെ ബൈക്ക് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.
സ്വിച്ച് ഓഫ് ആയിരുന്ന സലേഷിൻ്റെ ഫോൺ ഇടയ്ക്ക് ഓണായെങ്കിലും ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിനായിട്ടില്ലെന്നാണ് സൂചന. സലേഷിന് പറയത്തക്ക സാമ്പത്തിക ബാധ്യതകളോ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് അയൽവാസികളും ബന്ധുക്കളും പറയുന്നത്. ചേട്ടനും ഒരു നല്ല സുഹൃത്തുക്കളെ പോലെയാണ് അവർ. അച്ഛനായാലും എല്ലാവരും ഇപ്പം ബന്ധമാണോ. ഞാൻ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഈ കാണാതായിപ്പോയി എന്ന് പറയുന്ന ദിവസത്തിന് മുൻപായിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സഹോദരങ്ങളായിട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതേവരെ ഉണ്ടായിട്ടില്ല. ടെൻഷൻ അടിക്കുന്ന രീതിയിലൊന്നും അങ്ങനെയില്ല. സുഹൃത്ത് പോലെയാണ് ചേട്ടൻ ബ്രദറൊക്കെ അവർ പെരുമാറും. സുഹൃത്തുക്കൾ സാമ്പത്തികമായിട്ടില്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് കൊടുക്കുക, അനിയൻ അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ സാധാരണ അവർ. അതേസമയം സലേഷിന് ജോലി സംബന്ധമായ സമ്മർദ്ദമുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. മറ്റു കൂട്ടുകാരുടെ അടുത്ത് ഇപ്പോഴല്ല, കുറേ നാൾ മുന്നേ കണ്ട് ഇപ്പം മുന്നേ വർക്ക് ചെയ്തിരുന്ന മാള സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ചെറിയ വിഷമം അവർ കൂട്ടുകാരുടെ അവൻ ഷെയർ ചെയ്യലല്ല, പുള്ളിക്ക് എന്തോ ഒരു ഫോൺ വരെ മറ്റെന്തോ ചെയ്തപ്പോൾ ആളത് ടെൻഷനായപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ അവിടുത്തെ എന്തോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് നാൾ മുന്നാണ്. ഇനിയിപ്പോൾ ആ വിഷയം ഇപ്പോൾ വീണ്ടും എന്തെങ്കിലും വിഷയമായതാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റോ വരുന്ന ഫോൺ വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഡള്ളായി പോവും, അതുവരെ ആൾ ഫ്രീ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആൾ മാള സ്റ്റേഷനിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്തത്. റൈറ്റർ എന്ന് പറയുമ്പോൾ ഇത്തിരി ജോലിഭാരം കൂടുതലുള്ള ഇതായിരുന്നു. അവിടെ നിന്നാണ് ആളൂർക്ക് മാറി. അപ്പോൾ സലേഷിൻ്റെ തിരോധാനത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. വീട്ടുകാരും എല്ലാവരും സുഹൃത്തുക്കളൊക്കെ നടത്തി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ രീതിയിൽ സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ കേരളത്തിന് പുറത്തേക്കും അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു വിഷമവും ആശങ്കയും കൂടി വരികയാണ്. തീർച്ചയായിട്ടും വിആർപുരം സ്വദേശിയായിട്ടുള്ള സലേഷ് ആളൂർ സ്റ്റേഷനിൽ ഇപ്പോൾ അവസാനം ജോലി ചെയ്യുന്ന സ്റ്റേഷൻ ഉൾപ്പെടെ നല്ല രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മണ്ണൂർ പള്ളിപ്പടി താഴത്തോട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ജൽജീവൻ പദ്ധതിക്കായി കീറിയ ചാലുകളും കുഴികളും ശരിയായ വിധം നികത്താത്തതിലാണ് റോഡ് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെയായത്. പൈപ്പിട്ട് മൂടിയ സ്ഥലത്ത് പോലും സഞ്ചാരയോഗ്യമാക്കിയില്ല. പാതയോരത്ത് കൂട്ടിയിട്ട മണ്ണുകൾ റോഡിലേക്ക് കുത്തിയൊലിച്ച് റോഡ് ചെളിക്കുളമായി. കിഴക്കമ്പുറം ജുമാ മസ്ജിദിന് മുന്നിൽ പാതയിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കിയിട്ടില്ല. ആരാധനയ്ക്കായി ഇവിടെ എത്തുന്നവർക്കും ചെളിയിലിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. മഴ പെയ്തതോടെ പള്ളിക്ക് മുന്നിലും ചെളിക്കുളമായി മാറുകയും ചെയ്തു. ഒരു വർഷമായിട്ടും മണ്ണ് നികത്തി റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനായില്ലെന്നും സമരക്കാർ പറഞ്ഞു. മഴക്കാലത്തിന് മുൻപെങ്കിലും കീറിയ റോഡുകൾ നികത്തി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ജൽനിധി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഈ കിഴക്കുംപുറം പള്ളിപ്പടി മുതൽ മങ്കര വരെ എത്തുന്ന ഒരു പ്രധാന റോഡായ ഈ പള്ളിപ്പടി ജംഗ്ഷനിൽ ഒരു ചേംബറിന് മണ്ണെടുത്തിട്ട് മാസങ്ങളായി ചേംബറുടെ പണി കഴിഞ്ഞിട്ടും മാസങ്ങളായി ആ മണ്ണൊന്ന് മാറ്റാനോ ആ മണ്ണൊന്ന് നീക്കാനോ വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷന്റെ അധികാരികൾ തയ്യാറാകുന്നില്ല. ഇതിനൊരു പ്രതിവിധി കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിക്കുന്നതടക്കം ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യൂത്ത് ലീഗ്. ഉപരോധ സമരത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് S ഷഫീർ അധ്യക്ഷനായി. PS സൈഫുദ്ദീൻ, MS നൌഫൽ, A ബാദുഷ, KA നൌഫൽ, CS ജബ്ബാർ, A ഫിറോസ്, KH മുസ്വദിഖ്, OB ഫാസിൽ, അഫ്സൽ, KS ഷാഫി, KS കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോകത്തിന്റെ പ്രശംസ നേടിയ ആരോഗ്യ പ്രവർത്തകരുള്ള നാടാണ് കേരളമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ പാലക്കാട്ട് ലോക നഴ്സസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K ബിനുമോൾ. നഴ്സുമാരുടെ സേവനം സമാനതകളില്ലാത്തതാണെന്നും ബിനുമോൾ പറഞ്ഞു. കോവിഡും നിപ്പയും പോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണ മനോഭാവം ലോകത്തിന് ബോധ്യപ്പെട്ടതാണെന്ന് K ബിനുമോൾ ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രശംസ നേടിയ ആരോഗ്യ പ്രവർത്തകരുള്ള നാടാണ് കേരളം. അതിനാൽ അഭിമാനത്തോടെ നമുക്കിനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും K ബിനുമോൾ പറഞ്ഞു. നിപ്പയുടെ ഭാഗമായി നമുക്ക് നമ്മുടെ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന സിസ്റ്റർ ലിനി നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ ആതുര സേവന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരായി മാറുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ നഴ്സുമാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് മാറുന്നു. ഡോക്ടേഴ്സ് ഉണ്ട്,
ഡോക്ടേഴ്സ് അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുമ്പോൾ ആ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ നിന്ന് പരിശോധിച്ച് രോഗിക്ക് വേണ്ട ഏറ്റവും നല്ല പരിചരണം കൊടുക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയവും അതുല്യവുമായി മാറുന്നു എന്നുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ KR വിദ്യ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ നഴ്സിംഗ് ഓഫീസർ K രാധാമണി, ജില്ലാ ആശുപത്രി ചീഫ് നഴ്സിംഗ് ഓഫീസർ S കുമാരി ബിന്ദു, ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് PM ജമീല, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് P വിനോദിനി, TS ആശാദീപ്, S സീന, M ജയശ്രീ, MA റൈച്ചൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മുള്ളൂർക്കര പഞ്ചായത്തിലെ 150ഓളം വരുന്ന നേന്ത്രവാഴകൾ കടപുഴകി വീണു. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് പ്രതീഷ് ബാബുവിൻ്റെ ഓണവിപണി ലക്ഷ്യമിട്ട് വിളയിച്ച നേന്ത്രവാഴകളാണ് കടപുഴകി വീണത്. ഇതോടെ കർഷകനായ പ്രതീഷ് ബാബുവിൻ്റെ വലിയൊരു സ്വപ്നമാണ് കാറ്റിലും മഴയിലും തകർന്നു പോയത്. കേരളത്തിൽ തന്നെ പേരുകേട്ട ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 7 മാസം തൻ്റെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന വാഴയാണ് കഴിഞ്ഞ ദിവസം നിലം പതിച്ചത്. KCB ഓവർസിയർ കൂടിയായ ബാബു 7 വർഷമായി ഈ കൃഷിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പണയം വെച്ചും ലോൺ എടുത്തുമാണ് ഇദ്ദേഹം വാഴക്കൃഷിക്കായി പൈസ കണ്ടെത്തിയത്. ഇതുകൂടാതെ കനത്ത മഴയെ തുടർന്ന് നല്ല രീതിയിൽ വിളവ് തരുന്ന 50ഓളം വരുന്ന കപ്പത്തറിയും നശിച്ചു പോയിട്ടുണ്ട്. മുള്ളൂർക്കര കൃഷിഭവൻ്റെ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ട് അർഹമായ ധനസഹായം നൽകണമെന്നുമാണ് പ്രതീഷിൻ്റെ ആവശ്യം. ഞാൻ 150ഓളം വാഴ ഓണവിപണി പ്രതീക്ഷിച്ച് വെച്ചായി കാണുന്നതൊക്കെ, പക്ഷെ എല്ലാം ഒടിഞ്ഞു പോയി. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിൽ ഓണത്തിന് നല്ലൊരു വിപണി പ്രതീക്ഷിച്ചാണ്. നല്ല വാഴകളായിരുന്നു, എല്ലാം നശിച്ചു പോയി. നോക്കാൻ പറ്റില്ല, വിഷമം തോന്നുന്നു. പിന്നെ അതിൽ കണ്ടില്ലേ, കപ്പ 10-30 മൂട് കപ്പ കംപ്ലീറ്റ് പുഴങ്ങിനെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഒടിയല്ല, പുഴങ്ങിപ്പോയി. പുഴങ്ങിയ കാരണം ഒടിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ഇളകിപ്പോയി. ഒന്നും കിട്ടില്ല എന്നോ. കറക്റ്റ് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ന് ലോക മാതൃദിനം. ഈ മാതൃദിനത്തിൽ പ്രീമച്വറായി ജനിച്ചത് മൂലം ഒപ്പം കൂടിയ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞുവരുന്ന 6 വയസ്സുകാരിക്ക് മാതൃവാത്സല്യത്തിനപ്പുറം ആത്മവിശ്വാസത്തിൻ്റെ കരുത്തേകി ഒപ്പം നിൽക്കുന്ന അമ്മ ഷീബയെ നമുക്ക് പരിചയപ്പെടാം. പൂർണ്ണ വളർച്ചയെത്താതെ 6ാം മാസത്തിൽ ജനിച്ച് 5ാം വയസ്സിൽ ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ LKGയിൽ ചേരുന്നതുവരെ ആയത്ത് ഇസ്രായേൽ ജിബ്രിലിൻ എന്ന 6 വയസ്സുകാരിക്ക് അന്ന് അമ്മയെന്ന് കൃത്യമായി ഉച്ചരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ശാരീരിക പരിമിതികൾക്കപ്പുറം മറ്റെല്ലാവർക്കുമൊപ്പം സ്കൂളിലെത്തി. ഈ അധ്യയന വർഷം മുടങ്ങാതെ എല്ലാ ദിവസവും സ്കൂളിലെത്തിയതിന് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അംഗീകാരം പോലും ലഭിച്ച ആയത്തിന് ആത്മവിശ്വാസത്തിൻ്റെ കരുത്തായി എന്നും ഒപ്പം നിന്നത് അമ്മ ഷീബ തന്നെയാണ്. ചെറുതുരുത്തി നെടുമ്പുര ചേരുംകുഴിയിൽ വീട്ടിൽ മസ്താൻ അലിയുടെയും മാതാവ് ഷീബയുടെയും ഏക മകളായ ആയത്തിനെ തേടി മാതൃദിനത്തിൽ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന അംഗീകാരം എത്തുമ്പോൾ അതിൽ പറഞ്ഞറിയിക്കാനാകാത്തത്ര സന്തോഷമുണ്ടെന്ന് അമ്മ ഷീബ പറയുന്നു. ഒപ്പം ആയത്തിന് 5 വയസ്സാകുന്നത് വരെ മിക്ക ദിവസങ്ങളിലും ഉറക്കവും ഭക്ഷണവുമൊക്കെ ഉപേക്ഷിച്ച് ആയത്തിനെ ശ്രദ്ധയോടെ പരിപാലിച്ചിരുന്ന ദിവസങ്ങളുമാണ് ഷീബ ഓർത്തെടുത്തത്. ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷം അമ്മയ്ക്ക് കുട്ടിയെ കാണാമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള കുട്ടിയായിരുന്നു. പിന്നെ വെന്റിലേറ്ററിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന സന്തോഷത്തോടെ ആ ഒരു മനസ്സിലോടെ ആ ഒരു ചിന്തയിലാണ് ഞാൻ പോയിണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു കുട്ടിയുടെ രൂപം പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ പോയി കണ്ടപ്പോൾ ഒരു തലനാരി ഇഴ പോലെ ഒരു കുഞ്ഞൊരു കുട്ടി, ചെറിയൊരു തലയും നിറച്ച് രോമങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു കുട്ടി ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഷോക്കായി, ഇത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറും ഞാൻ അതുകൊണ്ട് ഇതായപ്പോൾ പാനിക് ആ സമയത്ത് ഡോക്ടറും സിസ്റ്റേഴ്സൊക്കെ എന്നെ സമാധാനിപ്പിച്ചു. അവർ പറഞ്ഞു, ഷീബയ്ക്ക് ജനിച്ച കുട്ടി ഇങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ് ഷീബയ്ക്ക് കാണിച്ചു തരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ആ ഒരു കാലം ആ ഒരു ഏറെ ഷീബ ഇപ്പോൾ കണ്ടുകൊണ്ട് കാണുകയാണ്. അപ്പം ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്ങനെ കുട്ടി എന്തെങ്ങനെ വലിപ്പം? അപ്പം പറഞ്ഞു ഇങ്ങനെയാണ്, തൂക്കല്ല. അപ്പം ഇനി നമ്മളൊക്കെ വളർത്തി പുറത്തുനിന്നെല്ലാം നമ്മൾ ചെയ്ത് എല്ലാം ഉഷാറായി കിട്ടും. ആ ശക്തിയില്ലേ അവളോ എന്നാ പഠിച്ചവനോട് പ്രാർത്ഥിക്കാം നമുക്ക്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആയത്തിൻ്റെ സംരക്ഷണത്തിനായി വീട്ടിലെല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്.
പക്ഷെ ഇപ്പോഴും ആയത്തിന്റെ നിശ്വാസങ്ങളിൽ പോലും ഷീബ എന്ന അമ്മയുടെ ദൃഢനിശ്ചയത്തിന്റെ ചുവടുറപ്പും കൂടിയുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും ആയത്തിനെ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കില്ല, ഒന്നും എഴുതില്ല, അല്ലെങ്കിൽ ഒന്നും ആക്റ്റീവല്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഒരു വർഷം ഈ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞു മിടുക്കിയായി എല്ലാവരോടും മണി പോലെ സംസാരിക്കുക മാത്രമല്ല ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയായിട്ട് ഇവൾ മാറുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2 മാസത്തോളമായി ആരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണമായത്. ഈ ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. NHMന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത്. എന്നാൽ നാളുകളായി NHM ഫണ്ട് വരാത്തതിനാൽ NHMന് കീഴിലുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൃത്യമായി വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ദിവസവും 500-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്, തൃശൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. 50 കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയത്. നിലവിൽ സർവേ കഴിഞ്ഞ ഭാഗങ്ങളിൽ കല്ലുകൾ സ്ഥാപിച്ചു. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കൊണ്ടയൂർ പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. 50 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. പാലത്തിന് മാത്രം 16.95 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ലഭിച്ചു. സ്ഥലം ഏറ്റെടുപ്പിന് 1,32 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം, സർവേ എന്നിവയ്ക്കും 50 കോടിയിൽ നിന്നും തുക വകമാറ്റും. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്നും 150 സെൻറ്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്നും 60 സെൻറ്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. 337 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പാലം നിർമ്മിക്കാനാണ് പദ്ധതി. പട്ടാമ്പി മേഖലയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മറ്റുമുള്ള യാത്രയ്ക്കും പാലം വരുന്നത് ഏറെ പ്രയോജനം ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ കൃഷിക്കാർക്കും ഇതിനൊക്കെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതായിട്ട് വരും. എന്തൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് വഴിയായി. പാലം വന്നാൽ ഈ നാടനെ നന്നായി പുരോഗമിച്ചു. കാരക്കാട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാവുകയും കാരക്കാട് പ്രദേശത്ത് കൂടുതൽ വികസനവും വരുമെന്നാണ് പ്രതീക്ഷ. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരു പുരോഗമനം ഈ ഭാഗങ്ങളിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും പുരോഗമനം തന്നെയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി തൃശൂർ ജില്ലയിലെ പ്രൊജക്റ്റായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രാ ദൂരം കുറയും. നിലവിൽ പട്ടാമ്പി, ഓങ്ങല്ലൂർ മേഖലയിലുള്ളവർക്ക് ദേശമംഗലം ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഏറെ ചുറ്റിത്തിരിയണം. ഷൊർണൂർ വഴിയോ കൂട്ടുപാത ചെറുതുരുത്തി വഴിയോ സഞ്ചരിക്കണം. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മറ്റുമുള്ള ആശുപത്രി സേവനങ്ങൾക്ക് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ വേഗത്തിലെത്താനുമാവും. നിർദ്ദിഷ്ട കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാത യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മുതൽ ചങ്ങനാകുന്ന് വരെയുള്ള പാതയുടെ വീതി കൂടുന്നതും ഇരു ജില്ലകളിലേക്കുമുള്ള ഗതാഗത സൗകര്യം കൂട്ടും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളത്തൊരു പാൽക്കള്ളൻ. രാവിലെ വീടുകൾക്ക് മുന്നിൽ പാൽക്കാരൻ വെച്ചുപോകുന്ന പാൽക്കുപ്പികൾ മോഷ്ടിക്കുന്നതും പാലെടുത്ത ശേഷം കുപ്പി തിരിച്ച് അതേ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുന്നതുമാണ് ഈ കള്ളന്റെ വിചിത്രമായ രീതി. വലിയ വലിയ കവർച്ചകളാണ് സാധാരണ വാർത്തയാകാറുള്ളത്. എന്നാൽ വ്യത്യസ്തമായൊരു മോഷണം വാണിയംകുളത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പാലാണ് ഇവിടെ മോഷണം പോയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 5:30 വാണിയംകുളം നഗരത്തിലാണ് സംഭവം. വാണിയംകുളം ശ്രീകൃഷ്ണ ആയുർവേദ വൈദ്യശാലയ്ക്ക് സമീപം ഡോക്ടർ മിനിയുടെ വീട്ടിൽ നിന്നും
തൊട്ടടുത്ത വാണിയംകുളം ഫെഡറൽ ബാങ്ക് ജീവനക്കാരി രമ്യയുടെ വീട്ടിൽ നിന്നും ഗേറ്റിൽ തൂക്കിയ പാൽ നിറച്ച കുപ്പിയാണ് മോഷ്ടാവ് കവർന്നത്. മാന്യമായ വേഷം ധരിച്ച് TVS വാഹനത്തിൽ എത്തിയാണ് മോഷണം. അടുത്ത ദിവസം വൈകിട്ട് 7:45 ഇയാൾ പാലെടുത്ത ശേഷം 2 കുപ്പികളും തിരിച്ച് അതേ സ്ഥാനത്ത് തൂക്കിവെച്ച് മടങ്ങുന്നതും കാണാം. CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. രമ്യയുടെ 2 വയസ്സായ കുട്ടിക്ക് കുടിക്കാനുള്ള പാലായിരുന്നു ഇത്. നിത്യേന പാൽക്കാരൻ 2 വീടുകളിലേക്കുമുള്ള പാൽ വെളുപ്പിന് 5:30 ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് പതിവ്. ഇതാണ് മോഷ്ടാവ് അടിച്ചു മാറ്റിയത്. മോഷ്ടാവ് പാൽ കൊണ്ടുപോകുന്നതിൻ്റെയും കുപ്പികൾ തിരിച്ചു വയ്ക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും ഇയാളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് ഈ പാൽക്കള്ളൻ എന്നറിയാൻ നാട്ടുകാർക്കും ആകാംക്ഷയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഈ അധ്യയന വർഷം മുടങ്ങാതെ സ്കൂളിലെത്തി 100% ഹാജർ നേടിയ LKG വിദ്യാർത്ഥിനിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അംഗീകാരം. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിനി ആയത് ഇസ്രായേൽ ജിബ്രലിനെ തേടിയാണ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അംഗീകാരം തേടിയെത്തിയത്. അംഗീകാരം നേടിയ ആയതിനെ നെടുമ്പുര വെസ്റ്റ് പള്ളി മഹൽ കമ്മിറ്റി ആദരിച്ചു. മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങ് മഹൽ ഇമാം ഹാഫിദ് മുഹമ്മദ് അൻഷിഫ് ഹസ്ഹരി ഉദ്ഘാടനം ചെയ്തു. മഹൽ ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അധ്യക്ഷനായി. CH അമീർ അലി, EM റഫീഖ്, അഷ്റഫ് മർഹബ, CH അൻവർ എന്നിവർ സംസാരിച്ചു. ആ കുട്ടി കഴിഞ്ഞ സ്കൂൾ അധ്യയന വർഷത്തിൽ എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരായതിന് പല സമ്മാനങ്ങളും ആ കുട്ടി നേടിയിട്ടുണ്ട്. നമ്മുടെ മഹലിന് തന്നെ വലിയ ഒരു അഭിമാനമാണ് ആ പൊന്നുമോൾ. അവൾക്ക് നമ്മുടെ വെസ്റ്റ് നെടുമ്പുര ജുമുഅ മസ്ജിദ് കമ്മിറ്റിയുടെ പേരിൽ ഒരു വലിയ ആദരവ് കൊടുക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. 5ാം മാസത്തിൽ വെറും 500 ഗ്രാം ഭാരമുള്ള കുഞ്ഞായാണ് ആയത് ജനിച്ചത്. ആന്തരികാവയവങ്ങൾ പൂർണ്ണമായി വികസിക്കാത്തതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിട്ടത്. പ്രീമെച്ചറായി ജനിച്ച് ശാരീരിക അവശതകളെ അതിജീവിച്ച് 196 ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തിയതിനാണ് ആയത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹയായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നഷ്ടപ്പെട്ട കളിയിടങ്ങൾ തിരിച്ചുപിടിക്കാൻ നാടകക്കളരിയുമായി പാലക്കാട്ടെ കുട്ടിക്കൂട്ടം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച നാടകക്കളരി മെയ് 21 സമാപിക്കുന്നത്. സമാപന ദിനത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പോസ്റ്റർ പീസ് എന്ന നാടകം രംഗത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ. 25 കുട്ടികളാണ് നാടകക്കളരിയിൽ പങ്കെടുക്കുന്നത്. ദിവസവും കുട്ടികൾ കളരിയിലെത്തി സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുന്നതാണ് രീതി. നാടകപുസ്തകം പഠിച്ചുകൊണ്ടല്ല ആരും നാടകം അവതരിപ്പിക്കുന്നത്. കഥാസന്ദർഭങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുത്ത് സ്വന്തം രീതിയിൽ അവതരിപ്പിക്കുന്ന ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത്. സമാപന ദിനത്തിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റർ പീസ് എന്ന നാടകം രംഗത്ത് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. മെയ് 21 രാമനാഥൻ ഹാളിലാണ് നാടകം അരങ്ങേറുക. കുട്ടികൾ തന്നെ പൂർണ്ണമായും ഒരുക്കുന്ന നാടകം എന്ന പ്രത്യേകത ഇതിനുണ്ടാകും. അവധിക്കാലത്ത് വീട്ടിൽ ചടഞ്ഞിരിക്കാതെ സ്വന്തം ഇടങ്ങൾ കുട്ടികൾ തന്നെ കണ്ടെത്തണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നാടകക്കളരി. ഏപ്രിൽ 19 ആരംഭിച്ച നാടകക്കളരി മെയ് 21 അവസാനിപ്പിക്കുന്നത്. ഇവിടെ കുട്ടികൾ എല്ലാ ദിവസവും വന്ന് അവരുടേതായ ലോകം കണ്ടെത്തുകയാണ്. 25 കുട്ടികളാണ് ഈ നാടകക്കളരിയിൽ പങ്കെടുക്കുന്നത്. ഈ നാടകക്കളരിയുടെ അവസാനം മഹാനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റർ പീസ് എന്ന നാടകമാണ് ഞങ്ങൾ അരങ്ങിലെത്തിക്കുന്നത്. ഇതൊരു നാടക ബുക്ക് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടല്ല ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ നാടകത്തിലെ ഓരോ രംഗങ്ങളും ഭാഗങ്ങളും അവർ കുട്ടികളുടേതായ രീതിയിൽ അവരുടെ ക്രിയാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ അരങ്ങിൽ എത്തിക്കുന്ന ഒരു നാടകം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് നക്ഷത്ര ആമയെ കണ്ടുകിട്ടി. കേരളത്തിലെ ചിന്നാർ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നക്ഷത്ര ആമയെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് മഴവെള്ളത്തിൽ നക്ഷത്രാമയുടെ വളർച്ചയെത്താത്ത കുഞ്ഞ് ഒലിച്ചുവന്ന് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഹംസയുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലെത്തുകയും ആമയിലെ വ്യത്യസ്തത കണ്ടതോടെ സമീപത്തുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രതീഷിനെ വിവരമറിയിക്കുകയും ഇദ്ദേഹം മായന്നൂർ ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ എത്തി ആമയെ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടിടുന്നതിനുള്ള സംവിധാനം ചെയ്യുകയുമായിരുന്നു. റോട്ടിൽ നിന്നാണ് അത് കിട്ടിയത്. അങ്ങനത് ഇവിടുത്തെ വാർഡ് മെമ്പറായ പ്രതീഷിനെ അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നോക്കിയിട്ട് ഫോറസ്റ്റുകാരെ അറിയിച്ചു. നക്ഷത്രാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആമയാണ്. ഇവിടെ ഇത് ചിന്നാർ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇവിടെ മാത്രം എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അറിയില്ല. ഇത് ഷെഡ്യൂൾ 4 വരുന്ന ആമയാണ്. ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇതിന് താതാവസ്ഥയിൽ നല്ല ചെറുപ്പ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോകും. ഇതിൻ്റെ കൂട്ടാളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒറ്റ ഇങ്ങനെ വന്നു എന്നതാണ് നമുക്ക് സംശയം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മായന്നൂർ ചിറങ്കരയിൽ നിന്നും സ്കൂട്ടർ ഇടിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. ഒറ്റപ്പാലം ചുനങ്ങാട് പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ 25-കാരൻ മുഹമ്മദ് അജ്മൽ, മായന്നൂർ ചിറങ്കര പീടികപ്പറമ്പിൽ വീട്ടിൽ ബിജോഷിന്റെ മകൻ 25-കാരൻ അഖിൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. പഴയന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ബിജോയ്, SI-മാരായ സതീഷ് കുമാർ, ലിപ്സൺ, CPO നിബുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. വർണ്ണാഭമായി കൊപ്പം മുളയങ്കാവ് ക്ഷേത്രത്തിലെ കാളവേലാഘോഷം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇണക്കാളകളുടെ കാവുകയറ്റം കാളവേലാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയിലും കാളവേലയാഘോഷം കാണാൻ മുളയൻകാവിലെത്തിയത് ആയിരങ്ങളാണ്. ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല ആഘോഷിച്ചത്. കാളവേലയാഘോഷത്തിനായി 100-ലേറെ ജോഡി കാളകളാണ് മുളയൻകാവിലമ്മയുടെ തിരുമുറ്റത്തെത്തിയത്. ഇത്തവണ പുറമത്ര ദേശമാണ് കാളവേലയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. 10 തറ ദേശങ്ങളുടെ ദേശക്കാളകളും തട്ടകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചെറുതും വലുതുമായ ഇണക്കാളകളും കാളവേലയാഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി. അടിയന്തരക്കാർ, പാലക്കുറിശി നായർ, പൂലാക്കോട്ട് നായർ, വെളിച്ചപ്പാടുമാർ, ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടെ രാവിലെ കാളകുട്ടി അറിയിച്ചതോടെയായിരുന്നു വേലയുടെ തുടക്കം. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വേലകൾ രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. പുലർച്ചെ കാളക്കയറ്റം, കാളയിറക്കം എന്നിവയോടെയാണ് കാളവേലയാഘോഷത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. മെയ് 5-ന് തുടങ്ങിയ യജ്ഞമാണ് ഞായറാഴ്ച സമാപിച്ചത്. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 5-ന് ആരംഭിച്ച 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി, പാലോനം നാരായണൻ നമ്പൂതിരി എന്നിവർ യജ്ഞാചാര്യന്മാരാണ്. ബ്രഹ്മോപദേശം, കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിലായിരുന്നു പാരായണം. അഭിനന്ദിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞ് മായയെ ജയിച്ച് ഞാൻ അറിയില്ല എന്നാ മായ എന്ന് പറഞ്ഞു കാണിച്ചു. എനിക്ക് മായ കണ്ടാൽ മതി, അതാണ് എനിക്ക് വരം വേണ്ടതെന്ന് പറഞ്ഞു. ആ മായയെ കാണിക്കാനായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ പ്രളയം ഭഗവാനോട് സൃഷ്ടിക്കുന്നു. ആ പ്രളയത്തിൽ മാർക്കണ്ഡേയമുനിയുടെ ആശ്രമവും സ്വത്വവും എല്ലാം മുങ്ങിപ്പോകുന്നു. ഏഴില്ലാ കാര്യത്തിൽ അനവധി കാലം യുഗങ്ങളോളം മാർക്കണ്ഡേയമുനി അലഞ്ഞു നടക്കുന്നു, നീന്തി നടക്കുന്നു. ഒടുവിൽ അങ്ങ് വടക്കേ ഭാഗത്തുള്ള അമ്പലത്തിന്റെ വടക്കോട്ട് താഴെ മുമ്പിൽ ഒരു ഇലയിൽ നീല വെളിച്ചം കണ്ട് ചെന്ന് നോക്കിയപ്പോൾ യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ എന്നിവയോടുകൂടി യജ്ഞം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മണ്ണൂരിൽ കുഴിയിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാത്രി 8 മണിയോടെ
മണ്ണൂർ കിഴക്കുംപുറം കലങ്കാട് സ്വദേശിനി കനകത്തിന്റെ കറവ പശുവാണ് തൊഴിലുറപ്പ് ജോലിക്കാർ കുഴിച്ച കുഴിയിലകപ്പെട്ടത്. സിവിൽ ഡിഫൻസ് വാർഡൻ കൂടിയായ നഗരിപ്പുറം വിജയൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തിന് വ്യക്തമായ ഭാഷാനയം ഉണ്ടാകണമെന്ന് സംസ്കൃത ഭാരതി. നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്ത് ഭാഷാനയം പ്രഖ്യാപിക്കണം. സംസ്കൃത ഭാരതി 44ാം സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. ജോലിക്ക് പോയ പോലീസുകാരനെ 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി. കാണാതായത് ആളൂർ സ്റ്റേഷനിലെ സീനിയർ CPO ചാലക്കുടി VR പുരം സ്വദേശി 34 വയസ്സുള്ള സലേഷിന് ജോലി സംബന്ധമായ സമ്മർദ്ദമുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ. ലോകത്തിന്റെ പ്രശംസ നേടിയ ആരോഗ്യ പ്രവർത്തകരുള്ള നാടാണ് കേരളമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. നഴ്സുമാരുടെ സേവനം സമാനതകളില്ലാത്തത്. പാലക്കാട്ട് അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം. സ്നേഹവാത്സല്യങ്ങളുടെ താരാട്ടായി ലോക മാതൃദിനം. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ റോഡ് ഉപരോധം. സമരം പള്ളിപ്പടി താഴത്തൂട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുള്ള പരിഹാരം കാണാൻ മഴക്കാലത്തിനു മുമ്പ് നടപടി വേണമെന്ന് പ്രാദേശിക ലീഗ് നേതാക്കൾ. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 2 മാസമായി ആശുപത്രിയിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയെന്ന് പരാതി. ആരോഗ്യ കേന്ദ്രത്തിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് 500ഓളം രോഗികൾ. NRHM ഫണ്ട് കൃത്യമായി ലഭിക്കാത്തത് ഡോക്ടറെ നിയമിക്കാൻ തടസ്സമെന്ന് അധികൃതർ. പ്രശ്നത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടണമെന്ന് ആവശ്യം. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. സർവേ പൂർത്തിയായ ഭാഗങ്ങളിൽ കല്ലുകൾ സ്ഥാപിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുക 50 കോടി രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.